ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മുടെ ലവ്യ ബാബിയുടെ ബർത്ത്ഡേ ആട്ടോ, അവളുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞങ്ങൾക്കാണെങ്കിൽ എല്ലാവർക്കും പനിയും വയ്യായും ഒക്കെ ആയിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പം കാര്യമായിട്ടൊന്നും സെലിബ്രേറ്റ് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് കേക്ക് കട്ടിങ് മാത്രം ചെയ്യാമെന്ന് വെച്ചിട്ടായിരുന്നു കേട്ടോ. പിന്നെ വിചാരിച്ചു ലവ്യയുടെ ഫസ്റ്റ് ബർത്ത്ഡേ അല്ലേ, അപ്പോൾ ഏട്ടനാണെങ്കിലും നല്ല രീതിയിൽ, ഏട്ടന് എന്തായാലും ലീവ് കിട്ടുന്നുണ്ടായിരുന്നില്ല, അപ്പോൾ നല്ല രീതിയിൽ തന്നെ സെലിബ്രേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ട് നല്ല ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ പ്രിപ്പറേഷൻസും പർച്ചേസിങ്ങിൻ്റെ ഒക്കെ വീഡിയോ ഇട്ടാട്ടോ നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത്. പല പല ദിവസത്തെ വീഡിയോസൊക്കെ എല്ലാം കൂടിയിട്ട് എന്താ പറയുക, ജോയിൻ ചെയ്തിട്ടുള്ളൊരു ബർത്ത്ഡേ, ഒരു ഹാപ്പി ആയിട്ടുള്ളൊരു ബർത്ത്ഡേ വ്ളോഗാട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ലവ്യ ബാബിക്ക് ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പം ഞാനാണെങ്കിൽ എന്തൊക്കെയോ ആലോചിച്ച്, പിന്നെ നമ്മൾ തന്നെ സ്വയം വ്ളോഗ് എടുക്കണോണ്ട് നമ്മളുടെ കൊപ്രായങ്ങളൊക്കെ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ കാട്ടാം കേട്ടോ. കണ്ണിൻ്റെ ഭംഗി കാട്ടിത്തരാമായിരുന്നു. ബ്ലൂ കളറ് കാജലായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതേ പോണ വഴിയിൽ നമ്മുടെ ലവ്യ ബാബി നല്ല ഉറക്കാണ്, സുഖനിദ്രയിലാണ് കേട്ടോ ലവ്യ ബാബി. വലിയ പെണ്ണായില്ലേ. പിന്നെ അതേ ഞാൻ അമ്മയോടൊക്കെ സംസാരിക്കുമായിരുന്നു, പുരുകൊക്കെ ത്രെഡ് ചെയ്തിട്ട് കാർഡായി. ടൈം കിട്ടുകയാണെങ്കിൽ, ഇവിടെ ഞങ്ങൾക്ക് അങ്ങനത്തിനൊന്നും ടൈം കിട്ടാറില്ല കേട്ടോ. പുറത്തേക്ക് തന്നെ പോകാൻ തന്നെ വല്ലപ്പോഴൊക്കെയാണ് പോകാറ്, വല്ല ഇതുപോലെ വല്ല സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ. അപ്പോൾ ഇതേ നമ്മളാണെങ്കിൽ ഞാനും ഏട്ടനും കൂടിയിട്ട് ലവ്യ ബാബിക്ക് പാദസരം എടുത്ത് കൊടുക്കാൻ പോവാം കേട്ടോ. അപ്പോൾ എനിക്കാണെങ്കിൽ ഇവള് 1 ഇയർ ആകുമ്പോൾ ഇങ്ങനെ നടന്നു തുടങ്ങുമ്പോൾ ഇങ്ങനെ പാദസരമൊക്കെ ഇട്ട് കൊടുക്കുന്നത് ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ലവ്യ ബാബിക്ക് അതേ പാദസരം മേടിച്ച് കൊടുക്കാം കേട്ടോ. ഇങ്ങനെയുണ്ട് ഗായ്സ്, എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് ഇവളിങ്ങനെ പെൺകുട്ടി ഉണ്ടാവണം രണ്ടാമത് പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ തൊട്ടിട്ട് എനിക്ക് പെൺകുട്ടി ആവണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. അങ്ങനെ ദൈവം സഹായിച്ച് യൂണിവേഴ്സൽ ഗ്രാറ്റിറ്റ്യൂഡ് മാത്രമാണ് 2 പിള്ളേരെ ഉണ്ടായതിന്. ലവിനെ കിട്ടിയപ്പോൾ എനിക്ക് കൂടുതൽ സന്തോഷമായിട്ട്, കാരണം എനിക്ക് അണിഞ്ഞൊരുക്കി നടക്കല്ല, അതിനും കിട്ടിയപ്പോഴും അതുപോലെ തന്നെ ഭയങ്കര സന്തോഷമായിട്ടോ. അപ്പോൾ ഇവരുള്ളപ്പോൾ പിന്നെ എനിക്ക് ലൈഫിൽ എന്താ അല്ലേ വേണ്ടേ. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു, എനിക്കൊന്നും വേറെ കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ടൊന്നും പറ്റിയില്ല, ചെറിയ ഇതിൽ തന്നെ പിള്ളേരായി അങ്ങനെ. പക്ഷേ എനിക്ക് ഇവരത്തോളം സന്തോഷം വേറെ ഒന്നും ഇല്ല കേട്ടോ. പിന്നെ കരിയർ ഗ്രോത്തിലൊക്കെ ചെയ്യണ സമയത്ത് ഇത്തിരി ബുദ്ധിമുട്ടും കാര്യങ്ങളും, പിന്നെ സ്ട്രഗിൾ ചെയ്യാണ്ട് വെറുതെ ഇരുന്നിട്ട് നമുക്കൊന്നുമില്ല എവിടെ എത്താൻ പോകുന്നില്ലല്ലോ. ഇപ്പോൾ ഇത്തിരി സ്ട്രഗിൾ ചെയ്യുകയാണെങ്കിലും എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ, ലൈക്ക് ഇവരുടെ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടല്ലേ. അപ്പോൾ അങ്ങനെ അത് പർച്ചേസ് ചെയ്തു. ഇനി നമ്മൾ ബർത്ത്ഡേ ഷോപ്പിങ്ങിനാട്ടോ പോണേ. ബർത്ത്ഡേ ഷോപ്പിങ്ങിന് ഡ്രസ്സും കാര്യങ്ങളും അതൊക്കെ ഞാൻ കസിൻ ചേച്ചി അഷ്ടേച്ചിയോടൊക്കെ ചോദിച്ചിട്ട് നല്ല ഡ്രസ്സ് എവിടെ നിന്നാണ് ബേബീസിന് കിട്ടുക അതൊക്കെ ചോദിച്ചറിഞ്ഞിട്ട് ഞങ്ങൾ പോവാം കേട്ടോ. അപ്പോൾ ലവ്യ ബാബി മാധു ബാബി ഇതേ ഒരുങ്ങിയതായിട്ട് നമ്മൾ ക്ലോത്തിങ് ബ്രാൻഡിൻ്റെ തന്നെ ഡ്രസ്സാണ് ഞാൻ ഇട്ടേക്കണേ. പിന്നെ ഇതൊരു ക്യൂട്ട് കളർ ഒരു ഷൂട്ട് നമ്മൾ നീമ ലവ്യക്ക് ഉണ്ടായ സമയത്ത് വീട്ടിലേക്ക് വന്നപ്പോൾ ഗിഫ്റ്റ് ചെയ്താൽ കേട്ടോ. ഇപ്പോഴാണ് ലവ്യ ബാബിക്ക് അതൊക്കെ പാകമായ. നീമ കാണുന്നുണ്ടെങ്കിൽ ഓർമ്മയുണ്ടാവോ, കമൻറ്റ് ചെയ്തോളട്ടെ നീമ. അപ്പോൾ അതേ ലവ്യ ബാബി വേഷം കേട്ടോ അവൾക്ക് പുറത്ത് നടക്കണം, അവൾക്ക് എഴയണം അങ്ങനെ. അപ്പോൾ ഒരു മിനി വ്ളോഗ് എന്ന് പറഞ്ഞിട്ട് അത്യാവശ്യം ഒരു ടൈമുള്ളൊരു വീഡിയോ കേട്ടോ അത്. അപ്പോൾ ലവ്യ ബാബി ഇത് പയ്യെ ഇങ്ങനെ പിടിച്ച് അവളിങ്ങനെ നടന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഡ്രസ്സ് നല്ല രസമുണ്ടല്ലേ, എനിക്കിങ്ങനെ അവൾ ഫ്രോക്ക് ഉണ്ടെക്കാട്ടും ഇഷ്ടം ഇതുപോലത്തെ കോട്ട് സെറ്റ് പോലെ കിട്ടി നടക്കണത് കേട്ടോ. പിന്നെ ലവ്യ ബാബിയുടെ വക വേഷം കിട്ടും വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ അവൾക്ക് ഇങ്ങനെ അവിടെ ആരെങ്കിലും കാണുമ്പോൾ എല്ലാവരും അവളുടെ പരിചയക്കാരാണ്, എല്ലാവരും അവളെ ശ്രദ്ധിക്കണം, അതൊക്കെയാണ് ലവ്യ ബാബിയുടെ മെയിൻ. പിന്നെ ഇത് വ്ളോഗ് എടുക്കണമെന്ന് ചോദിച്ചതായിരുന്നു, കാരണം ഇവരവിടെ വേഷം കിട്ടാമെന്ന് വെച്ചിട്ട്. പക്ഷേ ആദുബാബി ആണെങ്കിൽ അവിടെ കുറച്ച് ടോയ്സൊക്കെ ഉണ്ടായിരുന്നു, അത് ചോദിക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നല്ല ഇത് നമ്മുടെ ചാർപ്പ് ഭാഗത്താട്ടോ ഫസ്റ്റ് ടൈമാണ് നമ്മൾ അവിടേക്ക് വന്നേക്കണേ. യൂഷ്വലി തൃശ്ശൂർക്കൊക്കെ പോവാറ്, പക്ഷേ അഷ്ടേച്ച് പറഞ്ഞു കൊടുക്കും നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ലവ്യ ബാബിക്ക് ബർത്ത്ഡേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഡ്രസ്സ് കേട്ടോ, ബർത്ത്ഡേ ഡ്രസ്സ് ഇതാണ്. പിന്നെ ഷൂ ഞങ്ങൾ കുറേ നോക്കി ഷൂ, പക്ഷെ നമുക്ക് മനസ്സിന് ലൈക്ക് പൈസയുടെ അല്ല, നമുക്ക് മനസ്സിന് തൃപ്തിയായിട്ടുള്ള സംഭവം എടുക്കുമ്പോൾ ഒരു സന്തോഷമല്ല. അപ്പോൾ ഷൂ മാത്രം ഞങ്ങൾക്ക് ഇഷ്ടമായില്ല. ഡ്രസ്സ് പിന്നെ മേടിച്ചു, ലവിക്ക് ഡ്രസ്സ് എടുത്തു, ആദുവിന് ഡ്രസ്സ് എടുത്തു, നല്ല രസമായിട്ടോ. പിന്നെ എനിക്കാണെങ്കിൽ മുന്നൂ സ്റ്റുഡിയോ ഒന്ന് മേടിച്ചിട്ടുള്ളൊരു ഡ്രസ്സ് ഉണ്ട്, കാരണം എനിക്ക് ഡ്രസ്സ് എടുക്കാൻ ഇവിടെ ടൈമോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇത് ഞാൻ നോക്കുമ്പോഴാണ് എനിക്കിതുപോലെ ഏകദേശം ഒരു ഓഫ് വൈറ്റ്, എൻ്റെ ഓഫ് വൈറ്റിലൊരു റെഡ് ഡിസൈനുള്ളൊരു സ്റ്റുഡിയോന്ന് പണ്ടെടുത്തിട്ടുള്ളൊരു ഡ്രസ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനതിടാം, ലവ്യ എന്തായാലും ഇത് ഇട്ടോട്ടെ, അതിനൊരു മാച്ചിങ് ആയിട്ടുള്ളൊരു വൈറ്റ് കളർ എന്തെങ്കിലും എടുക്കാമെന്ന് ചോദിച്ചു. പിന്നെ കണ്ടില്ലേ ഭയങ്കര ക്ഷീണിച്ച് ഇനി ഉണങ്ങാനില്ല എന്നൊക്കെ, ബാക്കികളില്ല എന്നൊക്കെ. അപ്പോൾ ഇത് ആദൂനാണെങ്കിൽ ഇത് ഈ ഒരു ടോപ്പ് എന്നല്ല പറയുക, ഒരു ടീഷർട്ട്
ഒരു ഹൂഡിയൊക്കെ ഉള്ള ടൈപ്പുള്ളൊരു ഇതെടുത്തു. പിന്നെ ജീൻസ് അതവന് ഭയങ്കര ഇറക്കക്കുറവ് വേറെ എടുത്തു. പിന്നെ അൺഎക്സ്പെക്റ്റഡ് ഞാൻ വിചാരിച്ചു ലവ്വിയുടെ ബർത്ത്ഡേക്ക് ലവ്വിക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവൾ ഒന്നും കളിക്കാറുള്ളതായിട്ടുള്ള ടൈം ആയിട്ടില്ല. അപ്പോൾ ലവ്വിയുടെ ബർത്ത്ഡേക്ക് ആദൂന് ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടമായി. അപ്പോൾ അങ്ങനെ ഇത് അവന് ബർത്ത്ഡേക്ക് ഗിഫ്റ്റായിട്ട് മേടിച്ചു കൊടുത്തു കേട്ടോ. നല്ല രസമില്ലേ, നല്ല ക്യൂട്ടായിട്ടുണ്ട്. അത് കിട്ടിയപ്പോൾ അവന് സന്തോഷം. കാരണം അവൻ ഞാനും ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇത് ഗിഫ്റ്റ് ചെയ്ത് കൊടുക്കാമെന്ന്. പിന്നെ ഞാൻ വിചാരിച്ചു ഇവർക്ക് സന്തോഷമല്ലേ വിചാരിച്ചിട്ട് അത് മേടിച്ചു കൊടുത്തു. പിന്നെ ഇതൊക്കെ അച്ഛനും അമ്മയും പിന്നെ വേറെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു ഒരു ക്യൂട്ടായിട്ട്. പിന്നെ അതും അമ്മ മേടിച്ചു കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് ഇനി വേറെ എങ്ങോട്ടാണ് പോകണം. ഇനി വേറെ നമുക്ക് എന്താ പറയുക ഡെക്കറേഷൻസൊക്കെ ചെയ്യേണ്ടത് നമുക്ക് വീടിൻ്റെ അകത്ത്. അപ്പോൾ അതിനുള്ള സംഭവങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അമ്മോട് പറയുന്നത് അമ്മ ഇവിടെ നല്ല രസമുണ്ട് വീഡിയോ എടുത്തതാ, ഇനി എൻ്റെ കുറച്ച് ഷോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം കേട്ടോ. അങ്ങനെ അപ്പോൾ വീഡിയോ എടുത്തു കേട്ടോ അമ്മ. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് ഐറ്റംസും കാര്യങ്ങളൊക്കെ മേടിച്ചു. ഈ ഫാൻ പോലത്തെ സാധനം, ഈ ഫാനൊക്കെ മേടിച്ചത് മാത്രമേ ഓർമ്മയില്ലോ. പിന്നെ അതുമാണെങ്കിൽ അത് എടുത്തിട്ട് അവൻ്റെ വക വിഷങ്ങട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നശിപ്പിച്ച് അതൊരു പരിവാക്കിയിട്ടുണ്ട്. പിന്നെ ഈ കുട്ടി സ്യൂട്ട് കേസ് കണ്ടപ്പോൾ ഇഷ്ടമായിട്ടോ. ആ സ്യൂട്ട് കേസിൽ എന്തെങ്കിലും അവളുടെ ഹെയർ ക്ലിപ്സും കാര്യങ്ങളൊക്കെ ഇനി കളക്ഷൻസൊക്കെ എടുത്ത് വെക്കേണ്ടി വരില്ല വലിയ പെണ്ണാവുമ്പോൾ അല്ലേ. അപ്പോൾ അതൊക്കെ. പിന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എൻ്റെ ഫ്രണ്ട് ബീഫു ബാബി, ബെസ്റ്റ് ഫ്രണ്ട് ബീഫു ബാബി സർപ്രൈസ് ആയിട്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്തായിരുന്നു കേട്ടോ ലവ്യു ബാബിക്ക്. എനിക്കറിയില്ല ഇവൾക്ക് എങ്ങനെയാണ് ഈ ഡേറ്റും കാര്യങ്ങളൊക്കെ അറിയണമെന്ന്. ഇവളതൊക്കെ എല്ലാ കാര്യങ്ങളും എന്താ പറയുക എൻ്റെ സ്വന്തം ചേച്ചി ചെയ്യണ പോലെ കേട്ടോ. എല്ലാ കാര്യങ്ങളും നമ്മളൊന്നും പറയേണ്ട ആവശ്യമില്ല, ഒക്കെ എല്ലാ കാര്യങ്ങളും ചെയ്ത് വെക്കുന്നൊക്കെ. അങ്ങനെ ബീഫു ബാബി മേടിച്ചതാട്ടേക്ക് ഭയങ്കര സന്തോഷമായി. നമുക്ക് എന്താ പറയുക എനിക്ക് എന്തും പറയാനൊന്നും പറ്റുന്ന ഒരു ചേച്ചി കേട്ടോ ബീഫ്. താങ്ക് യു ഡി. കാണുന്നുണ്ടെങ്കിൽ കാണണ്ടോയെന്നറിയില്ല. പിന്നെ എനിക്ക് നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ. ഹിമയുണ്ട്, മഹുണ്ട്, അങ്ങനെ വേറെ കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. ഇൻസ്റ്റാഗ്രാമിലൊരു ഫ്രണ്ട് ഉണ്ട്, ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്. അങ്ങനെ കുറേ നല്ല ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ. പിന്നെ ഇതാണ് വേറൊരു ഡ്രസ്സ് അമ്മ അച്ഛനും കൂടി മേടിച്ചു കൊടുത്തത്, ഈ ഫ്രോക്ക്. പിന്നെ ഇതും അച്ഛനും അമ്മയും മേടിച്ചു കൊടുത്തതാണ് കേട്ടോ. ഞാൻ മറ്റേതാണ്, അതും ഇതൊക്കെയാണ് ഞാൻ ഗിഫ്റ്റ് ചെയ്ത് കൊടുത്തത്. പിന്നെ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കെല്ലാം കാട്ടിത്തരാം, നിങ്ങൾക്ക് ഏതൊക്കെ കാണുന്നത് എനിക്കിഷ്ടമാട്ടോ. ഇങ്ങനെ ഓരോരുത്തർ വീഡിയോസ് ഗിഫ്റ്റ്സും കാര്യങ്ങളും ഒക്കെ ബർത്ത്ഡേ സെലിബ്രേഷൻ്റും ഒക്കെ എൻ്റെ ഫേവറേറ്റ് പേഴ്സൺസിനൊക്കെ കാണാൻ എനിക്കിഷ്ടമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും കുറേ നാളെയില്ലേ ഒരു വീഡിയോ ലോങ് വ്ളോഗ് ഇട്ടിട്ട്, അപ്പോൾ എടുക്കാമെന്ന് വെച്ചു. പിന്നെ തലേമ ഇടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ക്രൗൺ പോലത്തെ ഒരു സംഭവം, പിന്നെ ഒരു കുട്ടി ക്ലിപ്പൊക്കെ മേടിച്ചിട്ടുണ്ട്. പിന്നെ അതുൻ്റെ അച്ഛമ്മയും അച്ചാച്ചനും വന്നിട്ടുണ്ടായിരുന്നു, ഏട്ടൻ്റെ അച്ഛനും അമ്മയും കേട്ടോ. അപ്പോൾ അവർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യമാണെങ്കിൽ അമ്മ ഇത് 1 2 3 എന്നാണ് കേട്ടിട്ട് ആദുബാബി ഇത് പാലൊക്കെ നന്നായിട്ട് കുടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക സത്യം പറഞ്ഞാൽ അവർ വന്നുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ആശ്വാസമായിരുന്നു കേട്ടോ. അവർ വരുന്ന ടൈമിൽ ഞാനൊക്കെ ഞാനാണെങ്കിൽ ആ ടൈമിൽ പീരീഡ്സൊക്കെ ആയിട്ട് നല്ല പെയിനായിട്ട് പെയിൻ കില്ലറൊക്കെ അടിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. ആ ടൈമിൽ അവർ വന്നപ്പോഴാണെങ്കിൽ പിള്ളേരെയാണെങ്കിൽ പിടിക്കാനാണെങ്കിലും ഹെൽപ്പിംഗ് ആയിരുന്നു. ഭയങ്കര വിശ്വാസമായിരുന്നു കേട്ടോ ഞങ്ങൾക്ക്. അപ്പോൾ അവർ വന്നില്ലെങ്കിൽ ഞങ്ങളിപ്പോൾ അല്ലെങ്കിൽ നമ്മൾ തന്നെയാണ് എല്ലാം മാനേജ് ചെയ്യാറ്. പക്ഷേ അവർ വന്നപ്പോൾ ഭയങ്കര ഹെൽപ്ഫുള്ളായി. നമുക്ക് ഒത്തിരി കൂടി നല്ല ഒരു 90% തന്നെ നമുക്ക് കുറച്ച് വർക്ക് ചെയ്യാണ്ടായിരുന്നുള്ളൂ കേട്ടോ. അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും ആദൂനും ലവ്യയുടെ അടുത്ത് അവർക്ക് മടിയോ അങ്ങനെ കരച്ചിലോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അച്ചാച്ചനും അമ്മയുടെ അടുത്തൊക്കെ ഭയങ്കര കമ്പനി ആയിട്ടായിരുന്നു ലവ്യ ആണെങ്കിലും ആദുമായിട്ടാണെങ്കിലും ഇപ്പോൾ ഇരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. ആ ടൈം കൊണ്ട് വേഗം കാര്യങ്ങളും ഇതൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്യലും. എനിക്കാണെങ്കിൽ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ക്ലോത്തിങ് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെ തിരക്കും ഒക്കെ ആയിട്ട് നമുക്കൊന്നും വീട് തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രോപ്പറായിട്ട് ഒതുക്കാൻ തന്നെ ടൈം ഉണ്ടായിരുന്നില്ല കേട്ടോ. ഒന്നില്ലെങ്കിൽ നമുക്ക് സ്റ്റിച്ചിങ് ചേച്ചിമാർ വീട്ടിൽ വരും, അല്ലെങ്കിൽ നമ്മൾ ഡ്രസ്സിൻ്റെ പർച്ചേസിങ്ങിൻ്റെ കൊറിയർ വരലും കാര്യങ്ങളും. ഇന്നലെ ഒന്നും ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞില്ലേ ത്രെഡ് ചെയ്യാനും കൂടി നമുക്ക് ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും കസിൻസും അവരൊക്കെ വരാൻ വേണ്ടിയിട്ട് കുറച്ച് അവിടെ ബ്ലോക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ ഒത്തിരി ബ്ലോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഡ്രസ്സ് ബലൂൺ പോലെ ഇങ്ങനെ എടുത്തിരിക്കാല്ലേ ഫുൾ ഫാൻ ഇട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ ടൈം കൊണ്ട് ജസ്റ്റ് ഒന്ന് വീർപ്പിക്കാം, അതൊക്കെ വീർപ്പിക്കാം, എല്ലാം അറേഞ്ച് ചെയ്യാമെന്ന്. ബട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമുക്കിതൊന്നും വെക്കാൻ പറ്റിയില്ല കേട്ടോ. ആകെ ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള സംഭവം മാത്രമേ വെക്കാൻ പറ്റിയ. കാരണം ആ ടൈം ആകുമ്പോഴേക്കും ഇതൊക്കെ കാറ്റത്ത് എല്ലാതും പറന്ന് ആകെ ഒരു ഇതായി. ഇത് അത്യാവശ്യം എഫേർട്ട് എടുത്തിട്ട് ഞാൻ ഒറ്റയ്ക്ക് ഇതൊക്കെ വീർപ്പിച്ച് വെച്ചതാണ്. ബട്ട് സ്റ്റിൽ നമുക്ക് ചില കാര്യങ്ങൾ അങ്ങനെയല്ല, നമ്മൾ കുറേ എഫേർട്ട് എടുത്ത് ഇതാക്കിയാലും ചിലപ്പോൾ അത് നമുക്ക് അത്രയും നല്ല റിസൾട്ട് വരില്ല. അതുപോലെ കേട്ടോ എഫേർട്ട് എടുത്തതും ഒന്നും ഇതായില്ല. അവസാനം അച്ഛനും അമ്മയൊക്കെ തന്നെ വന്നിട്ട് അവസാനം അതൊക്കെ ക്ലിപ്പ് ചെയ്ത് വെക്കേണ്ട വന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ലവ്യൊക്കെ വലുതാകുമ്പോൾ കാണട്ടെ അമ്മ ഇതൊക്കെ ചെയ്തു തന്നതെന്നൊക്കെ
അപ്പോൾ ജസ്റ്റ് ഇതൊക്കെ ചെയ്തു. പിന്നെ അവസാനം ഇതാട്ടോ എൻ്റെ ഔട്ട്ഫിറ്റ്. പിന്നെ സ്റ്റേജ് ഞാനും കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് കണ്ണൊക്കെ എഴുതിക്കാന്ന് വെച്ചു. കണ്ണ് എഴുതേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. ലവ് യു ബാബി അല്ലെങ്കിൽ സുന്ദരിയാണ്. കണ്ണ് എഴുതിയിട്ട് കൊളായി കൊക്കാച്ചിയായിട്ട് ലവ് യു ബാബി. അപ്പോൾ ബീട്രൂട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ട് ആൾക്ക് ചുണ്ടും ഇട്ട് കൊടുത്തിട്ടുണ്ടെന്ന് ബ്ലഷൊക്കെ ആയിട്ട് ബീട്രൂട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ലവ് യു ബാബീനെ. പിന്നെ സ്റ്റേജും അവരും സ്റ്റേജ് ആണെങ്കിൽ ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നു. ഇപ്പോൾ ഹൗസ് സർജൻസി ആട്ടോ, ആൾ ഡോക്ടറാട്ടോ. അപ്പോൾ ആളാണെങ്കിൽ അതിൻ്റെ ഫ്രീ ടൈം കിട്ടിയപ്പോൾ വേഗം ഓടിപ്പോൾ. അതുപോലെ തന്നെ മാമനാണെങ്കിലും വേഗം തന്നെ മാമനും ആയുർവേദ ഡോക്ടറാണ്. ആൾക്കും വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആളും വേഗം വന്നു. നീമയാണെങ്കിലും നീമയുടെ തിരക്കുകളൊക്കെ മാറ്റി വെച്ച് വന്നു. അച്ഛനാണെങ്കിലും അച്ചായി ആണെങ്കിലും അമ്മയാണെങ്കിലും അവരും വന്നു. അപ്പോൾ എല്ലാവരും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടോ. ഏട്ടനില്ലാത്തൊരു വിഷമം മാത്രമേ ഉള്ളൂ. പിന്നെ ഇവരെല്ലാവരും ഉള്ളതുകൊണ്ട് പിന്നെ എന്നൊരു ഹാപ്പി ഡേ ആയതുകൊണ്ട് നമ്മൾ എന്താ പറയുക ഹാപ്പി ആയിട്ട് ഇതാക്കി. പിന്നെ ആണ് വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ അയച്ചു കൊടുത്തു. അപ്പോൾ ഇങ്ങനെയാട്ടോ നമ്മളൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ. പിന്നെ അമ്മയുടെ സാരി എങ്ങനെയുണ്ട് ഗായ്സ്? നല്ല രസമല്ലേ? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ബ്ലാക്ക് കളർ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇപ്പം ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്തായിട്ട് ഇതൊക്കെ ശ്രദ്ധിക്കണേ. അപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. ഞാൻ തന്നെ പറയണം നല്ല രസമുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പറയും കേട്ടോ. ലവ് യു ബാബി പിന്നെ മുട്ടൊന്നും ഇരാണ്ട് വേഷം ഇങ്ങോട്ട് ഉറക്കപ്പിച്ചയിലൊക്കെ എന്തൊക്കെയോ കാട്ടുന്നുണ്ട്. ക്യൂട്ടായിട്ടുണ്ടല്ലോ അവളുടെ ഡ്രസ്സ്. പിന്നെ ആണെങ്കിൽ കിരീടവും കാര്യങ്ങളൊക്കെ ലവ് യു ബാബിക്ക് അതൊക്കെ നമ്മൾ വെച്ച് കൊടുക്കാൻ നോക്കണമെന്ന്. പക്ഷെ അവളാണെങ്കിൽ വെച്ചിട്ട് ഇരിക്കണ്ടായിരുന്നില്ല കേട്ടോ. അവൾ പിന്നെ വേഷം കിട്ടുന്നത്. പിന്നെ എൻ്റെ ആണ് മുടി കുളിച്ചിട്ട് ഉണക്കാനും കൂടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതാണ് ഈ മുടിന് ഷൂ പോലെ ഇരിക്കണേ. പിന്നെ ഞാനിനി മെലിയാൻ മാത്രമൊന്നും ഇല്ല എന്നാണ് എനിക്ക് എന്നെ തന്നെ കണ്ടിട്ട് കാണണം കേട്ടോ. പിന്നെ ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ അതും ലവ് യുമ്മൻ്റെ അനിയനും അനിയത്തിയാന്നൊക്കെയാണ് തോന്നുള്ളൂ. എൻ്റെ അച്ഛനമ്മയും പിന്നെ അവരെ വേറെ 2 പിള്ളേരാണെന്നാണ് തോന്നുള്ളൂ എന്നൊക്കെ. അത്രയ്ക്ക് വേണ്ടാന്നൊക്കെ അല്ലേ. അപ്പോൾ പിന്നെ അച്ചായും അമ്മയും ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ എല്ലാവരും കൂടിയിട്ട് സത്യം പറയുകയാണെങ്കിൽ പിള്ളേർക്കാണെങ്കിലും ഇതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമില്ലല്ലേ. വലുതാകുമ്പോൾ ഒരു ഫസ്റ്റ് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്ത് എങ്ങനെയാണെന്നൊക്കെ. അതുകൊണ്ട് ആണെങ്കിൽ നമ്മൾ ദുബായിൽ ആടിനൊക്കെ കൂടിയിട്ട് എല്ലാവരും കൂടി നല്ല രീതിയിലായിരുന്നു. ഇത് നമുക്ക് പറ്റണ പോലെ നല്ല രീതിയിൽ മാക്സിമം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ലവ് യു ബാബിയുടെ. പിന്നെ ഞാനും അമ്മയും കൂടിയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ എൻ്റെ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ട് ഗൈസ്? ഇഷ്ടമായോ? ഇപ്പോഴാട്ടോ ശ്രദ്ധിച്ചോ കുറച്ച് വയറൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്. ആ സ്റ്റേജിൻ്റെ ഡ്രസ്സൊക്കെ നല്ല ഇഷ്ടമായിട്ടോ. നല്ല മിനിമലാണെങ്കിൽ നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവരൊക്കെ ഞാൻ പറഞ്ഞ പോലെ വർക്കിൻ്റെ ഇടയിൽ നിന്ന് ഓടിപ്പാഞ്ഞ് വന്നതാട്ടോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്റ്റേജ് പാവാണെങ്കിൽ പനിയും കോൾഡൊക്കെ വന്ന് ഭയങ്കര വയ്യാണ്ടിരിക്കണിട്ട് ഞാൻ പറഞ്ഞ സ്റ്റേജ് ചെയ്യാൻ എനിക്ക് സ്റ്റേജൊക്കെ ഉള്ളൂ എന്നുകൊണ്ട് വേഗം വന്നിട്ട്. പിന്നെ എൻ്റെ ചേട്ടനും അവരൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർക്കും ജോലിയുടെ കുറച്ച് വർക്കും ചേട്ടൻ SBIയിൽ വർക്ക് ചെയ്യാമല്ലോ. അപ്പോൾ കുറച്ച് ജോലിയുടെ വർക്ക് ഇതൊക്കെ കാരണം ആൾക്ക് ആ ടൈമിന് വരാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ നൈറ്റ് ആകുമ്പോൾ ചിലപ്പോൾ ചേട്ടൻ വർക്കൊക്കെ കഴിഞ്ഞിട്ട് വരുമായിരിക്കും. അപ്പോൾ എന്താ പറയുക അവനും പിള്ളേരും അവരെല്ലാവരും ഉണ്ടെങ്കിൽ നല്ല സന്തോഷമായിരുന്നു കേട്ടോ. പിന്നെ ഇത് ഓരോ ഡ്രസ്സസും. പിന്നെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് പാർട്ട് ഗിഫ്റ്റ് അൺബോക്സിങ്. എന്തൊരു സന്തോഷമാണെന്നറിയോ. ഇത് മാമന് എടുത്തു തന്നാട്ടോ. കുഞ്ഞുമാമന് എടുത്തു തന്നിട്ടുള്ള ഡ്രസ്സാട്ടോ. എന്ത് ഭംഗിയാണ്. ഭംഗി പറഞ്ഞ ഡ്രസ്സിൻ്റെ ക്യൂട്ട്നെസ് കാണാട്ടോ. ഞാൻ അവസാനം ഞാൻ കാട്ടി തരുന്നത്. അപ്പോൾ ഇത്തിരി ബിറ്റൊക്കെ ആയിട്ടാണ്. ഇത് എൻ്റെ അച്ഛൻ, പിന്നെ എൻ്റെ അച്ഛൻ, ഞാൻ, അമ്മ, ഉഷമ്മ, ലവ് യു ബാബി, ഞങ്ങളെല്ലാവരും കൂടി. ഏട്ടൻ മാത്രമേ മിസ്സിങ് ആയിട്ടുള്ളൂ. നെക്സ്റ്റ് ടൈം ഏട്ടൻ വരുമ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് ആഘോഷിക്കുമല്ലോ അല്ലേ. അപ്പോൾ അതേ ഏട്ടനത് കാണുമ്പോൾ ഭയങ്കര വിഷമമാകും കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് നല്ല രീതിയിൽ സെലിബ്രേറ്റ് ചെയ്തു. പിന്നെ ഇത് കേക്ക് കട്ടിങ്ങിൻ്റെ പിന്നെ കാര്യം പറയണ്ട. അവിടെ കേക്ക് കട്ട് ചെയ്യാൻ നിൽക്കലും വേഷം കെട്ടും കാര്യങ്ങളും. മാധുവിനാണെങ്കിൽ പിന്നെ കപ്പ് കേക്കും കാര്യങ്ങളും. പിന്നെ ഞാൻ മാറണം. ഞങ്ങൾ 3 പേര് ഒരു വീഡിയോ എപ്പോഴെങ്കിലും ഞങ്ങൾക്ക് മെരേക്കൊന്നും എടുക്കാനൊന്നും കിട്ടാറില്ല കേട്ടോ. അപ്പോൾ കറക്റ്റ് ചാൻസിന് ആദ്യമാണെങ്കിൽ കത്തിയും ആയുധങ്ങളൊക്കെ ആയിട്ടാണ് അതുമാണെങ്കിൽ വീഡിയോയിൽ നിൽക്കണേ കേട്ടോ. വേഷം കെട്ട് കാട്ടിയിട്ട് അവസാനം ഇതൊക്കെയാണ് ഞങ്ങൾക്ക് ആകെ കിട്ടിയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ കേട്ടോ. പിന്നെ നീമയാണെങ്കിൽ ഫുള്ള് വീഡിയോ എടുക്കണ്ടായിരുന്നു. പാവ നീമയും സ്റ്റേജ് ആയിരുന്നെങ്കിൽ ഫുള്ളായിട്ട് അവർ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു തന്നെ കേട്ടോ. ഇവരുള്ളതുകൊണ്ടൊക്കെയാണ് നമുക്ക് നല്ല രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയത്. പിന്നെ ഈ അച്ഛൻ അമ്മ ഇവരെല്ലാവരും കൂടിയിട്ട് നല്ല ഹാപ്പി ആയിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്തു കേട്ടോ. പിന്നെ കേക്കിൻ്റെ വീഡിയോ ഞാൻ ഓടി തന്നെ സ്റ്റേജിനും വിളിച്ചിട്ട് സ്റ്റേജ് വേഗം വാടാന്ന് പറഞ്ഞിട്ട് വേഗം എടുത്തിട്ടോ. കാരണം എനിക്കറിയാം ഇല്ലെങ്കിൽ ഈ വീഡിയോസൊന്നും ഇങ്ങനെയൊന്നും കിട്ടില്ല. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു ഹാപ്പി ന്യൂസ്. നമുക്ക് 54K ആയിട്ടുണ്ട് കേട്ടോ ഇൻസ്റ്റാഗ്രാമിൽ. അതുപോലെ തന്നെ നമ്മുടെ ചന്ദ്രമുഖി ബൈ അഞ്ജലി എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലോത്തിങ് ബ്രാൻഡിന് 10K ആയിക്കാട്ടോ. പിന്നെ അതുകൊണ്ടാണ് പനിയൊക്കെ മാറിയിട്ട് അതേ ക്ഷീണം കേട്ടോ മുഖത്ത്. എന്നാലും സ്റ്റിൽ അവൻ അത്യാവശ്യം ആക്റ്റീവായിട്ട് വേഷം കെട്ട് കമ്പാരിറ്റീവ്ലി 100%-ൽ നിന്ന് ഒരു 30% മാത്രമാണെന്ന് കാട്ടിയിട്ടുള്ളൂ. അതെന്തോ ഭാഗ്യം. പിന്നെ അതേ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് വീഡിയോസൊന്നും എപ്പോഴും വിചാരിക്കും നല്ല പ്രോപ്പറായിട്ട് നല്ല അടിപൊളിയായിട്ട് വീഡിയോ എടുക്കാം, സൂപ്പർ കോണ്ടൻറ് ക്രിയേഷനൊക്കെ ചെയ്യാമെന്ന്. എവിടെ
കോണ്ടന്റ് ക്രിയേഷൻ തുടങ്ങിയപ്പോൾ തൊട്ടിട്ട് അതുകൂടി ഉണ്ട്. പിന്നെ ഓരോ കൊല്ലം ഓരോരുത്തർ കൂടി വരലും പിന്നെ അതിൻ്റെ കൂടെ ഞാൻ ഓൺട്രപ്രനർ ആയതും അങ്ങനെയൊക്കെ ഓരോ കഥയാണ്. അപ്പോൾ മാക്സിമം ട്രൈ ചെയ്യാറുണ്ട് നല്ല രീതിയിൽ. പിന്നെ നിങ്ങൾ ക്ഷമിക്കുക ഗായ്സ്, എനിക്ക് മാക്സിമം പറ്റണ പോലെയൊക്കെ ഞാൻ നല്ല രീതിയിലൊക്കെ വീഡിയോസ് എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഡ്രസ്സ് സ്റ്റുഡിയോന്ന് കണ്ടവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. നല്ല രസമില്ലേ ഈ ഡ്രസ്സ്? പിന്നെ വയറ് ഇത്തിരി ചാടിയിട്ടുണ്ടാകും, നിങ്ങൾ ഇഗ്നോർ ചെയ്യാം കേട്ടോ. അപ്പം അങ്ങനെ അവസാനം നിങ്ങൾ എൻ്റെ ഡെക്കറേഷൻസൊക്കെ മാറ്റിയിട്ട് അവസാനം ഇങ്ങനെയൊക്കെയാണ് പിന്നൊക്കെ കുത്തിയിട്ട് അവസാനം നമ്മളിങ്ങനെ ചെയ്തേ. പിന്നെ കേക്ക് കട്ട് ചെയ്തു. ഇതൊക്കെ നിങ്ങൾക്ക് കാട്ടി തരേണ്ടത് ഒരു 2 പിള്ളേരും വെച്ചിട്ട് ഞങ്ങളൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ ചെയ്യണ പാടും കാര്യങ്ങളും ബേബി പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണം. ഒരു ഇതൊക്കെ എന്താ പറയുക, നന്നായി പ്ലാൻ ചെയ്തിട്ടൊക്കെ മതി. പെട്ടെന്ന് 2 പിള്ളേരും അമ്മയൊക്കെ ഇങ്ങനെ പറയും, സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയും, 2 പിള്ളേർ ചെറുതാകുമ്പോൾ ഒരുമിച്ച് വളർന്നു വന്നോളും. ഒട്ടുമല്ല, മൂത്ത ആളെ നോക്കുമ്പോൾ എനിക്ക് കെയർ ചെയ്യാനും കൂടി ചിലപ്പോൾ ടൈം കിട്ടാറില്ല. താഴത്തെ ആളാണെങ്കിൽ അതൊക്കെ മേലെ വേഷം കെട്ടാണെങ്കിൽ പിന്നെ പറയാൻ വേണ്ട. അതിൻ്റെ ഒപ്പം പിന്നെ നമുക്കൊരു ജോബും കൂടി ഉണ്ടെങ്കിൽ പറയേ വേണ്ട, ഭയങ്കര ഒരു ഇതാവും കേട്ടോ. അപ്പോൾ ഒരു 5 ഇയേഴ്സ് അല്ലെങ്കിൽ ഒരു 6-7 ഇയേഴ്സ് ഗ്യാപ്പൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. ബട്ട് സ്റ്റിൽ ഇവർ നമുക്ക് നല്ല ഹാപ്പിനെസ് തരും കേട്ടോ. പിന്നെ ഇതേ മാമനാണ് ഇതേ തലയിൽ കിരീടമൊക്കെ വെച്ച് കൊടുക്കണേ. പിന്നെ അങ്ങനെ എന്ത് ചെയ്യും നമ്മളെല്ലാവരും കൂടിയിട്ട് ഇതൊക്കെ നിങ്ങൾ ലാഗ് അടിക്കണമെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്കിപ്പൊക്കെ അടിച്ചു പോകുന്നു കേട്ടോ. പിന്നെ ഇതേ ലവ്യ ബാബി ആണെങ്കിൽ തലയിൽ ഇതേ കിരീടം വെച്ചിട്ട് ഇതേ ലവ്യ ബാബിയുടെ സ്റ്റിൽസൊക്കെ എടുക്കണം. പിന്നെ അവളാണെങ്കിൽ എവിടെ കിരീടം പോയിട്ട് അതൊക്കെ വലിച്ചെറിഞ്ഞിട്ട് ഇപ്പോൾ ആ കിരീടം എവിടെയാണെന്നും കൂടി അറിയില്ല കേട്ടോ, മേലെ എവിടെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതേ നമ്മൾ ജസ്റ്റ് ഒന്ന് എല്ലാവരും വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ള ജസ്റ്റ് ഒരു ഹാപ്പി ആയിട്ടുള്ളൊരു ബർത്ത്ഡേ കേട്ടോ. പിന്നെ ഞാൻ ഓരോരുത്തരും ഡ്രസ്സും ഞാൻ അവസാനം ഏതൊക്കെയാണ് ഡ്രസ്സ് കാര്യങ്ങളെന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ അതേ ആദുബാബി അവിടെ കേക്ക് കിട്ടിയപ്പോൾ അവസാനം കപ്പ് കേക്ക് കൊടുത്തു. കപ്പ് കേക്ക് പിടിച്ചിട്ടാണ് വേഷം കെട്ട്. പിന്നെ എല്ലാവരും ആദുവിനെ നോക്കണം എന്തിട്ടാണ് ഇവൻ ചെയ്യണേന്ന്. പിന്നെ എനിക്ക് വീഡിയോസൊക്കെ എടുത്തിരുന്ന ഇഷ്ടേച്ചി കേട്ടോ. ഇത് നീം എടുത്തുന്നിട്ടുള്ള ഡ്രസ്സ് കേട്ടോ. ഓരോരുത്തരുടെ ഡ്രസ്സ് ഓരോ ഇതിപ്പോൾ ഞാൻ ആരും എന്താ പറയുകയാണ്, നിങ്ങൾ ഫുഡ് കഴിക്കാൻ അവർക്ക് ടൈം ആയിട്ട് അവർ നിങ്ങൾ അടിക്കൊക്കെ ഞാനത് എടുത്തുകൊണ്ടെന്ന് അറിയായിരുന്നു. അപ്പോൾ ഈ ഡ്രസ്സ് നല്ല രസമില്ല, ഇത് നീം എടുത്തന്നാ കേട്ടോ. ഇത് വേറും നീമിയും അഷ്ടേച്ചും കൂടിയിട്ട് എടുത്തന്നാണ്. നല്ല ക്യൂട്ടായിട്ടുണ്ട് അല്ലേ. ലവ്യാണെങ്കിൽ കേക്കിൽ വാരി പൊത്തിയിട്ട് ഇതായിട്ട്. പിന്നെ ഈ മാല, ഈ ഗോൾഡ് ചെയിൻ ആദുവിൻ്റെ അച്ചാച്ചനും അമ്മാമ്മയും ഗിഫ്റ്റ് ചെയ്താൽ കേട്ടോ. ലവ് ഇട്ട പോലത്തെ തന്നെ ചെയിനും ഒരു ലോക്കറ്റും ഒരു സരസ്വതി ദേവിയുടെ. അത് ക്ലിയർ ആയിട്ട് എടുക്കാൻ പറ്റിയില്ല, നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഡ്രസ്സ് നമ്മുടെ അമ്മാമ്മ എടുത്തതാണ് കേട്ടോ. അമ്മാമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ട് അമ്മാമ്മയ്ക്ക് വരാൻ പറ്റിയില്ല, അമ്മാമ്മ എടുത്തതാണ്. ഇത് നമ്മുടെ ഏട്ടൻ്റെ അമ്മ എടുത്തതാണ് കേട്ടോ. ചെടോ എന്ത് ക്യൂട്ടാല്, എനിക്ക് എന്ത് ഇഷ്ടമാണെന്നറിയോ എനിക്ക് ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ. ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതിനൊരു പാൻസും ഉണ്ട്, ഈ ഒരു ടോപ്പ്, ഈ ഒരു ജാക്കറ്റ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വേറെ കുറച്ച് ഐറ്റംസ് എടുക്കാൻ വേണ്ടി പോയതാണ്. ഇതേ ഉഷമ്മയും അച്ഛനും കൂടി എടുത്തതാണ് കേട്ടോ. ആദുബാബിക്ക് നല്ല ഷർവാണി എന്നാണോ അതിനെ പറയാം, അതുപോലത്തെ ഒരു ടൈപ്പ് കേട്ടോ. എനിക്ക് അത് കാണുമ്പോൾ നരേന്ദ്രമോദിയുടെ ഡ്രസ്സ് ടൈപ്പ് എന്ന് എനിക്ക് ഓർമ്മ വരുന്നത് കേട്ടോ. അതപ്പോൾ ഓണത്തിനൊക്കെ ആദുബാബിനെ ആ ഡ്രസ്സ് ഇട്ടിട്ട് നിങ്ങൾക്ക് കാണാം കേട്ടോ. പിന്നെ ഇത് ഞാൻ അമ്മ എടുത്തുന്ന ഡ്രസ്സിൻ്റെ പാൻസ് കാട്ടുന്നതാണ്. ഇതും അമ്മ എടുത്തുന്നതാണ്. ക്യൂട്ട് കളർ, ഓറഞ്ച് കളറ് ഡ്രസ്സൊക്കെ. പിന്നെന്താ, പിന്നെ ഇതെൻ്റെ ഫ്രണ്ട് ബീഫ് ബാബി എടുത്തു തന്നിട്ടുള്ള വേറൊരു ഡ്രസ്സാണ്. പിന്നെ അടുത്തത് ഇങ്ങനെ ഓരോരോ ക്യൂട്ട് കുറേ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതെൻ്റെ അച്ഛനമ്മ എടുത്തത് ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് കാട്ടി തന്നതാണ്. ചെയിൻ്റെ വേറെ എടുത്തിട്ടുണ്ട്. ചെയിൻ നല്ല രസമുള്ളതാണ് കേട്ടോ, ഗോൾഡിൻ്റെ നല്ല ഭംഗിയുള്ള ഗോൾഡ് ചെയിനാണ്. പിന്നെ ഇത് നമ്മുടെ ആനന്ദ് എടുത്തന്നതാട്ടോ. നമ്മുടെ ഗുരുകുലത്തിൽ പഠിച്ചിട്ടുണ്ടായിരുന്ന ഞങ്ങളുടെ അപ്പം ഇത് അവൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ആ ഉണ്ണി കൊണ്ടുവന്നാട്ടോ. എന്നെക്കാട്ടും നല്ല താഴെ കുഞ്ഞനിയനാണ്, പക്ഷെ അവൻ ഇതൊക്കെ എടുത്തെന്ന് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ, നമ്മൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്തത്. പിന്നെ അത് കുഞ്ഞുമാമ്മ എടുത്ത ഡ്രസ്സാണ്. പിന്നെ ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. ബിരിയാണി നമ്മളിവിടെ അടുത്ത് പറഞ്ഞ് നമ്മളിതുപോലെ വേണമെന്ന് പറഞ്ഞിട്ട് ചെയ്യിച്ചതാട്ടോ. നല്ല എല്ലാവരും പറഞ്ഞു, നല്ല അഭിപ്രായം പറഞ്ഞു, നല്ല ടേസ്റ്റ്. എനിക്ക് എന്താണെന്ന് അറിയില്ല, വയ്യാത്തതുകൊണ്ടാണ് പീരിയഡ്സ് ആയതുകൊണ്ടാണോ എന്നറിയില്ല, പൈനാപ്പിളിനാണ് ഏറ്റവും ടേസ്റ്റ് തോന്നിയത്. എനിക്ക് പൈനാപ്പിൾ 2 പീസ് തിന്നത് മതിയായില്ല എന്നൊക്കെ. നല്ല പൈനാപ്പിൾ ആയിരുന്നു. പിന്നെ ചിക്കൻ ആണെങ്കിലും ഇതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ അവരെ കൊണ്ട് പറയിപ്പിച്ച് ചെയ്യുന്നതല്ല, സീരിയസ് ആയിട്ട് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അച്ഛനും അമ്മയും കൂടിയിട്ടുള്ള ഫോട്ടോസും. പിന്നെ ഇവരൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എപ്പോഴും മാമാമാരാണെങ്കിലും ഇവരൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിനെസ്സാണ്. എനിക്ക് എന്താ പറയുക, കുറേ ഗിഫ്റ്റ് അല്ലെങ്കിൽ ഇവരെ കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാട്ടോ. ഇടയ്ക്കൊക്കെ അവിടേക്കൊക്കെ പോകുമ്പോൾ ഞാൻ ഭയങ്കര ചാടി തുള്ളിയിട്ടൊക്കെയാണ്. ഇതുപോലെ മാമനും നീമയ്ക്കും ഇവർക്കൊക്കെ അച്ഛനും അമ്മയ്ക്കൊക്കെ എന്നെ കാണുമ്പോൾ ഇതുപോലെ സന്തോഷം ഉണ്ടാവാമോ? എനിക്ക് എന്താണെന്നാലും ഇവർക്ക് കാണുമ്പോൾ ഒരു ഭയങ്കര പോസിറ്റീവ് എനർജിയും ഭയങ്കര ഒരു സന്തോഷമാണ് നമുക്ക്.
പിന്നെ ഇത് അമ്മ മാല ഇട്ട് കൊടുക്കുന്നു തൊട്ട് ഞാൻ പറഞ്ഞിട്ടുള്ള അമ്മ അത് ഗിഫ്റ്റ് ചെയ്ത് കൊടുക്കുന്നതാണ്. ആദ്യം ലവ് യു ബാബി അടങ്ങി ഒതുങ്ങിയിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ലവ് യു ബാബി വേഷം കെട്ടാണ് ഇങ്ങോട്ട് ഇട്ട് കഴിഞ്ഞില്ലേ നിങ്ങളുടെ എന്നൊക്കെ പറഞ്ഞിട്ട് വേഷം കെട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ ഇതേ നല്ലൊരു ഹാപ്പി ആയിട്ടുള്ളൊരു ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഇനിയും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. 100K ഒക്കെ ആയിട്ട് വീണ്ടും ഒരു സെലിബ്രേഷൻ വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ബൈ.